എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം അത്രയും വിലപ്പെട്ടൊരു സാധനം എനിക്ക് ഒരിക്കലും തിരിച്ച് കിട്ടത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചൊരു സാധനം നിങ്ങൾ മുഖാന്തരം എനിക്ക് തിരിച്ചു കിട്ടി. 1 പവന്റെ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടു, കിട്ടത്തില്ല എന്ന് ഉറപ്പ് വരുത്തിയ സാധനമാണ് നമ്മുടെ ഈ ചെറുപ്പക്കാരി പയ്യന്മാര് ചേർന്ന് പോലീസ് സ്റ്റേഷൻ ഒന്നും ആലോചിച്ചില്ല, സ്വർണ്ണം കിട്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടുമായിരുന്നു. എന്തോലും കൃത്യമായ ഉടമയ്ക്ക് തന്നെ അത് കൊടുക്കാൻ പറ്റില്ലേ? അഭിമാനമുണ്ട്, ഈ സ്ഥലം സന്തോഷമുണ്ട് അല്ലേ? ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിപ്പം പുത്തൂര് പോലീസ് സ്റ്റേഷനാണ്. ആദിത്യന്റെ വീട് തലവൂര്. ഇവരൊക്കെ പുത്തൂര് സ്വദേശികളാണ്, പോളിടെക്നിക് വിദ്യാർത്ഥിയാണ്. ഇവരൊക്കെ PSC പഠിക്കുന്നവരും ഡിഗ്രിയെ കഴിഞ്ഞ് നിൽക്കുന്ന ചെറുപ്പക്കാരാണ്. എന്തോലും ഇവരുടെ കയ്യിൽ തന്നെ ആ സ്വർണം കിട്ടിയ ദൈവമായിട്ട് കൊണ്ട് എത്തിച്ചല്ലോ. ദൈവത്തിന്റെ ദൂതന്മാരാണെന്ന് പറയാം. 1 പവൻ സ്വർണത്തിന്റെ വില നമുക്കറിയാം, ഏകദേശം 1 ലക്ഷം രൂപയോളം അടുത്ത് വില വരുന്ന ആ ഒരു പൊന്നാണ്, നഷ്ടപ്പെട്ട പൊന്നാണ് എന്തായാലും ഈ ചെറുപ്പക്കാരി ചേർന്ന് ഉടമയുടെ കയ്യിൽ എത്തിച്ചു കൊടുത്തത്. അതിൽ ഒരുപാട് സന്തോഷം. ഇവരെയൊക്കെ നമുക്ക് ഓർത്ത് ഒരുപാട് അഭിമാനം. നല്ല കാര്യമാണ് ഇത്. ഈ പുത്തൂർ പോലീസ് സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇവിടുന്ന് എന്ത് നഷ്ടപ്പെട്ടാലും കൃത്യമായി എല്ലാവരും ഇവിടെ സ്റ്റേഷനിൽ കൊണ്ടെത്തിച്ചിരിക്കും. അങ്ങനെ കുറേ നല്ല ആളുകളുള്ള ഒരു നാട് കൂടിയാണ് ഈ പുത്തൂർ. അതിൻ്റെ വില ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്നെയും കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനപ്പുറത്ത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വാങ്ങിയൊരു സാധനമാണ്. അപ്പം നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. ഒരിക്കലും തിരിച്ച് കിട്ടത്തില്ല എന്ന് വിചാരിച്ചൊരു സാധനം അവരെനിക്ക് തിരിച്ചു കൊണ്ട് തന്നു. അവരതിന് നിമിത്തമായി. 1 പവനോളം വരുന്നൊരു സാധനം ഇന്നത്തെ വില അനുസരിച്ച് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നേടാൻ കാണും. പക്ഷേ അവരതിന് മുതിർന്നില്ല, അവരുടെ മനസ്സിനെ അത് അനുവദിച്ചില്ല. അത് അത്രയും അവർക്ക് നല്ല മനസ്സുണ്ടായതുകൊണ്ട്. ഞാൻ പോളിടെക്നിക് വിദ്യാർത്ഥിയാണ്, പുനലൂര്. ദേവനാരായണ, പുനലൂര്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നു. പേരെന്താ? എബിൻ ജോയ്. എൻ്റെ ഒരു വിഷ്ണു എന്നാണ്, സ്ഥലം മാവടി. നമ്മളും തീർത്തും സാധാരണപ്പെട്ടവരാ. അപ്പം ഇതെല്ലാം കണ്ടും കേട്ടും, ഈ വാർത്ത എല്ലാം കണ്ടും കേട്ടും നടക്കുന്നവരാ. ഈ സ്വർണത്തിൻ്റെ വില അടിക്കടി കൂടുന്നതും എല്ലാം കണ്ടും കേട്ടും വളരുന്നവരാ. അപ്പം അതിൻ്റെ ആ ഒരു കാര്യഗൗരവം മനസ്സിലാക്കി തന്നെ നമുക്ക് സംശയം തോന്നിയ ഉടനെ നേരെ സ്റ്റേഷനിലേക്ക് വരികയും വേറൊന്നും ചിന്തിച്ചില്ല. നമ്മൾ കയ്യിൽ കിട്ടിയപ്പോൾ ഒരു സംശയം തോന്നി. അപ്പോൾ പിന്നെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ നിന്നില്ല. നേരെ പറഞ്ഞ് നമുക്കെന്നാ സ്റ്റേഷനിൽ ഉള്ളതോ ഇല്ലയോ നേരെ സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാം. കയറാൻ വേണ്ടി നോക്കി, പിന്നെ മുക്കൊണ്ടാണെങ്കിൽ പിന്നെ നമുക്ക് ഇനി എന്തെങ്കിലും അതുകൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്നാണ്. വേറെ പുള്ളി അവിടെ കറങ്ങുന്നുണ്ടായിരുന്നു. വേറെ ഇവര് പറയുന്നുണ്ട് ഒരു അരമണിക്കൂറോളം നിന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് വന്നേ, അങ്ങനെ എടുത്ത് നേരെ കൊണ്ടുവന്ന് അപ്പോഴും സാറിനും ഒരു ഡൗട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും ഇവിടുത്തെ ഒരു കോൺസ്റ്റബിളൂടെ ഇവിടെ ന്യൂ ഫാഷൻ ജ്വല്ലറി പോയി, അവിടെ പോയി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തി നേരെ ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചു. അഡ്രസ്സും കൊടുത്തു, കാര്യങ്ങളെല്ലാം ഇന്നലെ രാത്രി സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പം എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. ഇതുപോലെ തന്നെ നമ്മളെ ഇവിടുത്തെ ഓട്ടോ ചേട്ടന്മാരായാലും ഒക്കെ ഒരുപാട് സഹായിച്ചു. നമ്മൾ മെനഞ്ഞാന്ന് രാത്രി വന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഇവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് ഇട്ട് ഇവിടെ ക്ലീൻ ചെയ്യുന്ന തൂക്കുന്നതൊക്കെ ആൾക്കാരുണ്ട്. അവരോടൊക്കെ പറഞ്ഞ് അവരും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ചെറിയൊരു സമ്മാനം ഞങ്ങളുടെ വക, ഒരുപാട് വലുതൊന്നുമല്ല, പക്ഷെ ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഒരു സമ്മാനം കൊടുക്കുക. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണെന്നാണ് വിചാരിച്ചത്. 3 പേർക്കും ഉണ്ട്. ചെറുതോ വലുതോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നു.